അപ്പോൾ ഇന്ന് നമുക്ക് വളരെ രുചികരമായ അച്ചിങ്ങ പയർ മെഴുക്കുവരട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കിലോ അതായത് 500 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. പയർ നന്നായിട്ട് ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കിയിട്ട് തുടച്ചെടുത്തിട്ട് അതിതുപോലെ അരിഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം. ഞാനിപ്പോൾ ഒരു കടായിൽ ആദ്യം വേവിച്ചെടുക്കുകയാണ്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് വേവിച്ചെടുക്കുകയാണ്. ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളമാണ് ഒഴിക്കുന്നുള്ളൂ. 1/2 കപ്പിനേക്കാൾ കുറവായിട്ടാണ് വെള്ളം ഒഴിച്ചിരിക്കുന്നത്. 1/2 കപ്പ് മുഴുവൻ ഒഴിച്ചിട്ടില്ല, കാരണം ഇത് പെട്ടെന്ന് വേവുന്ന പയറാണ്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതോടുകൂടി തന്നെ 1-2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ടീസ്പൂണാണ് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിക്കുക, അപ്പോൾ നല്ലൊരു രുചിയായിരിക്കും. എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. അപ്പോൾ വെള്ളം കുറേ കൂടുതലൊന്നും ഒഴിക്കരുത്. ഞാനിപ്പോൾ 1/2 കപ്പിനേക്കാൾ താഴെയാണ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ, കാരണം ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന പയറാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. 10-12 മിനിറ്റൊക്കെ എടുക്കുള്ളൂ. അപ്പോൾ അത് വെള്ളമൊക്കെ ഞാൻ ഒഴിച്ചത് കറക്റ്റായിരുന്നു, അധികമൊന്നും വെള്ളമില്ല. അപ്പോൾ നിങ്ങൾ വെള്ളം ഒഴിച്ചത് അധികം ഉണ്ടെങ്കിൽ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ. ഇനി വേവാൻ വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് വീണ്ടും കുറച്ച് വെള്ളം തളിച്ച് കൊടുത്താൽ മതി. ഇത് പാകത്തിനാണ് വെന്തിട്ടുള്ളൂ, കൂടുതലായിട്ട് ഇങ്ങനെ വെന്ത് പോയിട്ടൊന്നുമില്ല. ഒരു 1/4 വേവാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. അതാണ് എപ്പോഴും നല്ലത്. കാരണം വല്ലാതെ വെന്ത് അല്ലെങ്കിൽ ഉടഞ്ഞു പോവും, അത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു 10 അല്ലെങ്കിൽ ഒരു 12 മിനിറ്റിൻ്റെ ഉള്ളിൽ വെന്ത് കിട്ടും. പാൻ അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. നമുക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം. 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. ഒരു തണ്ട് കറിവേപ്പില ഇടാം. അതുപോലെ തന്നെ 4-5 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചതാണ് ചേർക്കുന്നത്. പിന്നെ 2 പച്ചമുളക് കൂടി ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റുക. അങ്ങനെ ബ്രൗൺ കളറൊന്നും ആവണ്ട, ചെറുതായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയാൽ മതി, അതിൻ്റെ ആ റോ ടേസ്റ്റ് ഒന്ന് പോകുന്നവരെ. പിന്നെ നമ്മൾ സവാളയുടെ കൂടെ വഴറ്റുമ്പോൾ പിന്നെയും വഴറ്റുന്നതാണ്. അപ്പോൾ ആദ്യമേ വെളുത്തുള്ളി കുറേ വഴറ്റണ്ട. ഇതിലേക്ക് 2 സവാള, ഒരു മീഡിയം സൈസിലുള്ള 2 സവാള ചതച്ചത് മിക്സറെ ജാറിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്താൽ മതി. മിക്സറെ ജാറിലിട്ടിട്ട് ചതയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, പെട്ടെന്ന് അരഞ്ഞു പോവും. സവാളയിൽ വാട്ടർ ക്വാണ്ടിറ്റി ധാരാളം ഉള്ളതല്ലേ, അപ്പോൾ പെട്ടെന്ന് അരഞ്ഞു പോവാതെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അത്രേ വേണ്ടൂ. 2 മീഡിയം സൈസുള്ള സവാള കേട്ടോ. അതിന് പകരം നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഒരു 10-20 ചെറിയ ഉള്ളി എടുത്താലും മതി. ഏതായാലും നന്നായിട്ട് ചതക്കുകയാണ് വേണ്ടത്. അപ്പോൾ സവാള നിങ്ങളുടെ ഇടികല്ലിൽ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്താലും മതി. ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. എന്നിട്ട് ഇടികല്ലില്ലേ അതിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുത്താലും മതി. ചതച്ചെടുക്കുമ്പോഴാണ് അതിനെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിലുള്ള ചില്ലി ഫ്ലേക്സ് ഇടാം. ചില്ലി ഫ്ലേക്സ് 1-2 സ്പൂൺ 2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇടാം. എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് ഇടാം കേട്ടോ. ഇപ്പോൾ ഈ സവാള വഴറ്റുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ടാണ് വഴറ്റിയിരുന്നത്. അപ്പോൾ ആ ഉപ്പ് ചേർക്കാൻ മറക്കണ്ട. അപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നതിൻ്റെ ശേഷം കണ്ടില്ല, കളറൊക്കെ നന്നായിട്ടൊന്ന് മാറി വന്ന് അതിൻ്റെ റോ ടേസ്റ്റൊക്കെ പോയിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് വെച്ചിട്ട് 1/2 ടീസ്പൂണിനൊക്കെ കുറച്ച് കുറവുണ്ട് കേട്ടോ കുരുമുളക് പൊടി ചേർത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് 1/2 ടീസ്പൂൺ മുഴുവൻ ചേർക്കണമെങ്കിൽ ചേർക്കാം, കാരണം നമ്മൾ 1/2 കിലോ പയറാണ് എടുത്തിരിക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് കുരുമുളക് ഒന്ന് വഴറ്റിയതിൻ്റെ ശേഷം ഇതിലേക്ക് വേവിച്ച് വെച്ച പയർ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഉപ്പൊക്കെ നോക്കുക, ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർക്കുക. നമ്മൾ പയർ വേവിക്കുമ്പോഴും ഉപ്പ് ചേർത്തിട്ടുണ്ട്, ഉള്ളി വഴറ്റുമ്പോഴും ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒക്കെ നോക്കുക കേട്ടോ. ഇനി ഇതിങ്ങനെ തുറന്ന് വെച്ചിട്ട് കുറച്ച് നേരം നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിലത്തെ കൂടുതലുള്ള ജലാംശമൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് നന്നായിട്ട് അത് വഴന്ന് കിട്ടണം, അപ്പോഴാണ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഒരു 8-10 മിനിറ്റോളം വഴറ്റിയെടുക്കുക കേട്ടോ, ലോ ഫ്ലെയിമിലിട്ടിട്ട്. ഇങ്ങനെ വഴറ്റുമ്പോൾ ഉള്ളി നന്നായിട്ട് ചേർത്താലാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ 2 സവാള ചേർത്തത് കേട്ടോ. അപ്പോൾ ഈ സവാളയ്ക്ക് പകരം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു 10-20 ചുവന്നുള്ളി ചതച്ചിട്ടും ചേർക്കാവുന്നതാണ്. സവാളയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പമാണല്ലോ. പിന്നെ നല്ല ടേസ്റ്റുണ്ട് സവാള ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോൾ. ഇപ്പോൾ എപ്പോഴും നമ്മൾ ഇതുപോലെ മെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കളറ് മാറാത്ത രീതിയിൽ, ഇപ്പോൾ ഈ ഇതിൽ കാണിച്ച പോലെ പയറിൻ്റെ കളറ് പച്ച കളറ് മാറാത്ത രീതിയിൽ ഉണ്ടാക്കിയെടുക്കണം. അപ്പോഴാണ് അതിന് ആ ഗുണം ഉണ്ടാവുള്ളൂ. അപ്പോൾ അവസാനം ഫ്ലെയിം ഓഫ് ചെയ്തതിൻ്റെ ശേഷം 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ അങ്ങനെ തൂവി കൊടുക്കാം വേണമെങ്കിൽ കേട്ടോ. അപ്പോൾ നല്ലൊരു ആ പച്ച വെളിച്ചെണ്ണയുടെ ഒരു നല്ലൊരു മണം ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ചെയ്യാം. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ. ഇത് കേർഡ് റൈസിൻ്റെ കൂടെ അല്ലെങ്കിൽ നമ്മൾ മോരുകറിയുടെ കൂടെയൊക്കെ നല്ല സൂപ്പർ കോമ്പിനേഷൻ ആയിരിക്കും. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്യണേ. അതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. താങ്ക്